ഡൽഹി ചെങ്കോട്ട ഭീകരാക്രമണത്തിൽ ഒരു ഡോക്ടർ കൂടി അറസ്റ്റിൽ. ഡോക്ടർ റയീസ് അഹമ്മദ് ഭട്ടാണ് പത്താംകോട്ടിൽ നിന്നും അറസ്റ്റിലായത്. ആക്രമണത്തിൽ ഗൂഢാലോചന കൂട്ടിച്ചേർത്ത് പുതിയ എഫ്ഐആർ ഡൽഹി പോലീസ് രജിസ്റ്റർ ചെയ്തു. ഭീകരൻ ഡോക്ടർ ഉമർ നബി അടക്കമുള്ളവർ ഇമെയിൽ വഴി ആശയവിനിമയം നടത്തിയെന്നും കണ്ടെത്തൽ. ശരത്ലാൽ വിവരങ്ങളുമായി ചേർന്നു. ശരത്ത്, നിർണായകമായ കണ്ടെത്തലുകൾ വരുന്നു. ഇപ്പോൾ അറസ്റ്റ് ചെയ്ത ആളുടെ പശ്ചാത്തലം എന്താണ്? എൻഐയുടെ നീക്കങ്ങൾ എങ്ങനെ? സേതലക്ഷ്മി, വളരെ നിർണായകമായ അറസ്റ്റാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് എന്ന് വേണം പറയാൻ. കാരണം പത്താംകോട്ടിലെ സർജനാണ് ഇപ്പോൾ അറസ്റ്റിലായ റയീസ് അഹമ്മദ് ഭട്ട്. ഇദ്ദേഹം ഈ നെറ്റ്വർക്കിൻ്റെ വൈറ്റ് കോളർ ഡോക്ടർ നെറ്റ്വർക്കിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു അംഗമെന്നാണ് ഇപ്പോൾ NIA കണ്ടെത്തിയിരിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ പത്താംകോട്ടിൽ അറസ്റ്റ് ചെയ്യും അദ്ദേഹത്തെ ഡൽഹിയിൽ എത്തിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഏതായാലും കൂടുതൽ കാര്യങ്ങൾ വിശദമായ ചോദ്യം ചെയ്തതിനു ശേഷമേ NIA ഇക്കാര്യങ്ങൾ സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ പുറത്തുള്ളൂ. എന്നാൽ ഡോക്ടർ റയീസിൻ്റെ അറസ്റ്റ് NIA സ്ഥിരീകരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ പത്താംകോട്ടിൽ നിന്ന് ഡൽഹിയിൽ എത്തിക്കും എന്നുള്ള ഒരു വിവരവും കൂടി ലഭിച്ചിട്ടുണ്ട്. ഈ സർജൻ ആരൊക്കെയായിട്ടാണ് പത്താംകോട്ട് ഇന്ത്യയെ സംബന്ധിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. പത്താംകോട്ടിലാണ് ഇന്ത്യയുടെ മിലിറ്ററി എസ്റ്റാബ്ലിഷ് അല്ലെങ്കിൽ വ്യോമസേനയുടെ താവളങ്ങളൊക്കെ ഉള്ളത്. വളരെ പ്രധാനപ്പെട്ട വ്യോമസേന താവളമാണ്. അതിൻ്റെ അടുത്തുള്ള ഒരു ആശുപത്രിയിൽ സർജനായിട്ട് പ്രവർത്തിച്ചു വരികയായിരുന്നു ഡോക്ടർ എന്നാണ് ഇപ്പോൾ പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. കൂടുതൽ വിവരങ്ങൾ ലഭിച്ചിട്ടില്ല. കൂടുതൽ മാനങ്ങളുണ്ട് ഡോക്ടർ റയീസ് അഹമ്മദ് ഭട്ടിൻ്റെ അറസ്റ്റ് എന്നാണ് NIA വ്യക്തമാക്കുന്നത്. ഏതായാലും ഡോക്ടറെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതോടെ ഇതിൽ ആരൊക്കെ ഇതിൽ ബന്ധമുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വരും. ഏതായാലും വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വിവരം കൂടി പുറത്തു വരുന്നത് ഈ ഡോക്ടർ ഉമ്മർ മുഹമ്മദ് കൂട്ടാളികളുമായി സംസാരിച്ചിരുന്നത് മറ്റു 4 ഡോക്ടർമാരുമായിട്ടും അല്ലെങ്കിൽ ഈ നെറ്റ്വർക്കുമായിട്ടുള്ള വ്യക്തികളുമായിട്ട് ആശയവിനിമയം നടത്തിയത് ഒരു ഇമെയിലാണ്. ഒരു ഇമെയിൽ പാസ്വേഡ് ഉപയോഗിച്ച് എല്ലാ ആൾക്കാരും അത് തുറക്കുകയും അതിൽ ഡ്രാഫ്റ്റിലേക്ക് സന്ദേശങ്ങൾ വായിക്കുകയും അതിനുശേഷം ഡ്രാഫ്റ്റ് ഡിലീറ്റ് ചെയ്യുന്ന ഒരു രീതിയാണ് എന്നാണ് NIA ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ വിവരങ്ങൾ ഈ ഡ്രാഫ്റ്റ് ഡിലീറ്റ് ചെയ്ത മെയിലിൽ നിന്ന് കണ്ടെടുക്കേണ്ടതുണ്ട്. ഇത് സംബന്ധിച്ച കാര്യങ്ങൾ ഗൂഗിളുമായിട്ടുള്ള ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടി ഗൂഗിളിന് കത്തെഴുതി നൽകിയിട്ടുണ്ട് അന്വേഷണത്തിൽ സഹകരിക്കാൻ എന്നാണ് ഇപ്പോൾ NIA വ്യക്തമാക്കുന്നത്. ഈ ഡ്രാഫ്റ്റ് അതായത് ഡിലീറ്റ് ചെയ്ത ഡ്രാഫ്റ്റുകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് ഇപ്പോൾ ഇനി കണ്ടെത്തേണ്ടത്. അത് ഗൂഗിളിന് ഇത് സംബന്ധിച്ച ഔദ്യോഗികമായ കത്ത് NIA നൽകിയിട്ടുണ്ട് എന്ന് ഡൽഹി പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട് സേതു. അതേപോലെ തന്നെ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം, ഹരിയാനയിലെ നുഹയിലും അതേപോലെ തന്നെ ദ്രൗജിലും ഡൽഹി പോലീസിൻ്റെ റെയ്ഡ് നടക്കുകയാണ്. കാരണം ഇവിടെ നിന്നാണ് ഡോക്ടർ ഉമ്മർ സ്ഫോടക വസ്തുക്കൾ വാങ്ങിയത്. അതുകൊണ്ട് തന്നെ ഇതിൽ 2 പേരെ കൂടി ഇവിടെ ഹരിയാന നുഹയിൽ വെച്ച് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് റെയ്ഡിൽ ഏറ്റവും പുതിയ വിവരം നമുക്ക് പറയാനുള്ളത്. ഏതായാലും അന്വേഷണം തകൃതിയായി അല്ലെങ്കിൽ ശക്തിയുക്തം നടക്കുന്നു എന്ന് വേണം ഇത് കണ്ട് കരുതാൻ. ഏതായാലും റയീസ് മുഹമ്മദ് ഭട്ടിന്റെ അറസ്റ്റ് ഈ കേസുമായി ബന്ധപ്പെട്ട് ചെങ്കോട്ട ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട നിർണായകമായ കണ്ടെത്തലുകൾ വരുന്നു, നിർണായകമായ വിവരങ്ങൾ വരുന്നു. ഒരാൾ കൂടി ഇതിൽ അറസ്റ്റിലായിട്ടുണ്ട്. NIAയുടെ അന്വേഷണം ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു ശരത്ലാൽ ഡൽഹിയിൽ നിന്ന്. ഇതിന്റെ കൂടെ ഒരു